നമസ്കാരം. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ SFIO അറസ്റ്റ് ചെയ്താൽ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ. 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷയുള്ള സെക്ഷൻ 447 വീണയ്ക്കെതിരെ ചുമത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജാമ്യമില്ല കുറ്റമാണിത്. സാധാരണഗതിയിൽ ഈ വകുപ്പുകളിൽ അറസ്റ്റിലായവർക്കൊന്നും മുൻകൂർ ജാമ്യം കിട്ടാറില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ പരിഗണന നൽകേണ്ടതുള്ളൂ. പ്രായപൂർത്തിയായ സ്ത്രീയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ വീണയെ അറസ്റ്റ് ചെയ്യാൻ SFIO തീരുമാനിച്ചാൽ അത് തൈക്കണ്ടിയിൽ കുടുംബത്തിന് വലിയ പ്രതിസന്ധിയായി മാറും. അതിനിടെ വീണ വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകാൻ 2 ആഴ്ച മുമ്പ് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഉത്തരവും തയ്യാറാക്കിയതാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി കോടതിയിലെ നടപടികളോട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു. SFIO അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ CMRL ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ നടപടിക്രമങ്ങൾ നീണ്ടു. ഇതിനൊപ്പം കേസ് പരിഗണിച്ചപ്പോൾ കേസിൽ അന്തിമ റിപ്പോർട്ട് കോടതി തീരുമാനം വന്ന ശേഷമേ പാടുള്ളൂവെന്ന വാക്കാൽ നിർദ്ദേശം SFIOയ്ക്ക് ഹൈക്കോടതി ജഡ്ജി നൽകിയിരുന്നു. ഈ ജഡ്ജിക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റം കിട്ടിയതും നടപടികളെ ബാധിച്ചിരുന്നു. അലഹബാദിലേക്ക് ജഡ്ജി സ്ഥലം മാറിപ്പോയതോടെ വാദം പൂർത്തിയായ കേസ് മറ്റൊരു ജഡ്ജിക്ക് മുമ്പിലെത്തി. ഇതോടെ വീണ്ടും വാദം കേൾക്കേണ്ട സ്ഥിതി വന്നു. ജൂലൈയിലേക്ക് കേസ് മാറ്റി അതുവരെ കേസ് സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു CMRLന്റെ ആവശ്യം. ഇത് കോടതി തള്ളി. നടപടികൾ തുടരാമെന്ന് നിർദ്ദേശിച്ചു. ഇതോടെയാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാവുന്ന സാഹചര്യം ഈ കേസിലുണ്ടായത്. ഇതിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ തെളിഞ്ഞത് കേസിൽ വീണ വിജയന്റെ അറസ്റ്റിനുള്ള സാധ്യതയാണ്. കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റ് ഭീഷണിയിലാണ് എന്നതാണ് വസ്തുത. കുറ്റപത്രം നൽകിയാലും അറസ്റ്റിന് നിയമപരമായി തടസ്സമൊന്നും ഈ കേസിനില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കുറ്റപത്രം നൽകിയാൽ അത് റദ്ദാക്കണമെന്ന ആവശ്യവുമായി വീണ വിജയൻ കോടതിയെ സമീപിക്കാനും സാധ്യതയേറെയാണ്. കോളിളക്കം സൃഷ്ടിച്ച CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണയ്ക്കും CMRL MD ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും CMRLനും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പ് ചുമത്തിയത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും. വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. ഇതിനു മുമ്പ് വേണമെങ്കിൽ അറസ്റ്റും ചെയ്യാം. എക്സാലോജിക്ക് MDയായ വീണ വിജയന് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് MD ശരൺ S കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ, DFO സുരേഷ് കുമാർ, CMRLന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരായ KA സംഗീത് കുമാർ, AK മുരളീകൃഷ്ണൻ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ശശിധരൻ കർത്തയ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം 447 പുറമെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. SFIOയുടെ 166 പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉള്ളത്. കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് CMRL നൽകിയത് 182 കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്.